ഹലോ സ്റ്റുഡൻസ്, ഈ വീഡിയോയിൽ നമ്മൾ 3 ഓപ്പറേറ്റേഴ്സാണ് ഡിസ്കസ് ചെയ്യുന്നത്. മൊത്തം 7 ഓപ്പറേറ്റേഴ്സ് ഉണ്ടായിരുന്നു. അതിൽ 4 എണ്ണം നമ്മൾ കഴിഞ്ഞ 2 വീഡിയോസിലായിട്ട് ഡിസ്കസ് ചെയ്തു. ഇനി ബാക്കിയുള്ള 3 ഓപ്പറേറ്റേഴ്സാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആ 3 ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ആദ്യത്തേത് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്, രണ്ടാമത്തത് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ, മൂന്നാമത്തത് കണ്ടീഷണൽ ഓപ്പറേറ്റർ. അപ്പോൾ ഈ 3 ഓപ്പറേറ്റേഴ്സാണ് നമുക്ക് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. ആദ്യമായിട്ട് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. ഈ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് നിങ്ങൾക്ക് ആക്ച്വലി അറിയാം. നിങ്ങൾ +2 അല്ലെങ്കിൽ ഈവൻ 10th ഒക്കെ ഫിസിക്സിൽ ഈ ആൻഡ്, ഓർ, നാൻഡ്, നോർ, സോർ എന്നീ സാധനങ്ങൾ പഠിച്ചു കാണും. ആ ലോജിക്കൽ കൺസെപ്റ്റ് പഠിച്ചു കാണും. ഇലക്ട്രോണിക്സിലോ അല്ലെങ്കിൽ സെമി കണ്ടക്ടേഴ്സ് എന്ന ചാപ്റ്റേഴ്സിൽ ഫിസിക്സിൽ പഠിച്ചു കാണും. അതേ ലോജിക്ക് തന്നെയാണ് ഇവിടെയും നമ്മൾ യൂസ് ചെയ്യുന്നത്. അതേ കാര്യങ്ങളെല്ലാം നമ്മുടെ C++ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ആ മെയിനായിട്ട് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഒരുപാടുണ്ട് എങ്കിലും മെയിനായിട്ട് 3 എണ്ണമാണുള്ളത്. ആ 3 എണ്ണമാണ് ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ആദ്യത്തേത് ലോജിക്കൽ ആൻഡ്. ലോജിക്കൽ ആൻഡിനെ നമ്മൾ ഈ ഓപ്പറേറ്റർ ഉപയോഗിച്ചാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഈ 2 ആൻഡിൻ്റെ സിമ്പിൾ ഉപയോഗിച്ചാണ് ഈ ലോജിക്കൽ ആൻഡിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ലോജിക്കൽ ഓറിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന വെർട്ടിക്കൽ ബാർ, 2 വെർട്ടിക്കൽ ബാർ ഉപയോഗിച്ചാണ്. ഇങ്ങനെ ഒരു സിമ്പിൾ നമ്മൾ കീബോർഡിലുണ്ട്. വെർട്ടിക്കൽ ബാർ എന്നാണ് പറയുന്നത്. 2 വെർട്ടിക്കലായിട്ടുള്ള 2 ലൈൻ, അത് കീബോർഡിലുണ്ട് ഈ സിമ്പിൾ. അങ്ങനെ ഈ 2 വെർട്ടിക്കൽ ബാറാണ് ഈ ലോജിക്കൽ ഓർ എന്ന് പറയുന്ന ഓപ്പറേറ്ററിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ലോജിക്കൽ നോട്ടിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു എക്സ്ക്ലമേഷൻ മാർക്ക്. അപ്പോൾ ഈ 3 എണ്ണമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. നമ്മുടെ റിലേഷണൽ ഓപ്പറേറ്റർ ഉപയോഗിച്ചുള്ള കണ്ടീഷനെ ചെക്ക് ചെയ്യാൻ, അത് സാറ്റിസ്ഫൈ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് സാധാരണ ഈ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഉപയോഗിക്കുന്നത്. അതിൻ്റെ പ്രോഗ്രാം നമ്മൾ എഴുതും. ആ സമയത്ത് നമുക്ക് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ഓരോന്നിനും ഞാനൊരു എക്സാമ്പിൾ വീതം ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ആ എക്സാമ്പിളും കൂടെ വെച്ച് നമുക്കൊന്ന് നോക്കാം. ആദ്യത്തെ ലോജിക്കൽ ആൻഡ് എന്ന് പറയുന്ന ഓപ്പറേറ്റർ. ഈ ലോജിക്കൽ ആൻഡ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, 2 ആൻഡിൻ്റെ സിമ്പിൾ. ഈ 2 ആൻഡിൻ്റെ സിമ്പിൾ ഉപയോഗിക്കുന്നത് ഈ 2 കണ്ടീഷൻസിനെയും എന്നിട്ട് 2 കണ്ടീഷൻ്റെയും റിലേഷൻ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഈ ലോജിക്കൽ ആൻഡ് എന്ന് പറഞ്ഞ ഓപ്പറേറ്റർ കൊടുത്തിട്ടുള്ളത്. ഈ 2 കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ റിലേഷണൽ ഓപ്പറേറ്റർ ഉപയോഗിച്ചുള്ള ഓരോ കണ്ടീഷൻസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇത് A<B ഇത് A<C. അപ്പോൾ ഈ കണ്ടീഷൻ്റെയും ഈ കണ്ടീഷനും, ഇത് 2 റിലേഷണൽ ഓപ്പറേറ്റർ ഉപയോഗിച്ചുള്ള ഓരോ കണ്ടീഷൻസാണ്. ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ട്രൂ അല്ലെങ്കിൽ ഫാൾസ്. ഇവിടെ ഇപ്പോൾ നോക്കാം, ഈ A <B എന്ന് കൊടുത്തിട്ടുണ്ട്. സപ്പോസ് ഇപ്പോൾ A ചെറുതും B വലുതുമാണെങ്കിലാണ് ഈ കണ്ടീഷൻ്റെ ഔട്ട്പുട്ട് ട്രൂ ആവുന്നത്. അതുപോലെ തന്നെ ഇവിടെ A C എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ Aയുടെ വാല്യൂ ചെറുതും Cയുടെ വാല്യൂ വലുതുമാണെങ്കിലാണ് ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ട്രൂ ആവുന്നത്. നമ്മുടെ ലോജിക്കൽ ആൻഡ് ഉപയോഗിച്ച് ചെക്ക് ചെയ്യുന്നത് എന്തെന്ന് വെച്ചാൽ, ഈ 2 കണ്ടീഷൻ്റെ ഔട്ട്പുട്ട് ഒരുമിച്ച് ട്രൂ ആയാൽ മാത്രമേ ഈ മൊത്തം സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഔട്ട്പുട്ട് ട്രൂ ആവുകയുള്ളൂ. അങ്ങനെ 2 റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് വരുന്ന കണ്ടീഷൻസ് ഒരുമിച്ച് ചെക്ക് ചെയ്ത് അതിൽ നിന്നുള്ള റിസൾട്ട് ബേസ് ചെയ്ത് ഒരു ഔട്ട്പുട്ട് തരാൻ വേണ്ടിയാണ് ഈ ലോജിക്കൽ ആൻഡ് അല്ലെങ്കിൽ ലോജിക്കൽ ഓറും ഉപയോഗിക്കുന്നത്. ഈ ലോജിക്കൽ ആൻഡ് ഉപയോഗിക്കുന്നത് ഈ 2 കണ്ടീഷൻ്റെ ഔട്ട്പുട്ട് ട്രൂ ആണെങ്കിൽ മാത്രമേ ഈ മൊത്തം സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് ട്രൂ ആയിട്ടൊരു ഔട്ട്പുട്ട് കിട്ടത്തുള്ളൂ. അതേസമയം ഇതിലേതെങ്കിലും ഒരു കണ്ടീഷൻ്റെ ഔട്ട്പുട്ട് ഫാൾസ് ആണ് എങ്കിൽ ഈ മൊത്തം കണ്ടീഷൻ്റെ ഔട്ട്പുട്ട് ഫാൾസ് എന്നായിരിക്കും വരുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ലോജിക്കൽ ആൻഡ് എന്ന് പറയുന്നത്. ആൻഡ് എന്ന് പറയാൻ കാര്യം, ഈ 2 കണ്ടീഷൻ്റെ ഔട്ട്പുട്ട് ട്രൂ ആണ് എങ്കിൽ മാത്രമേ ഈ മൊത്തം സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഔട്ട്പുട്ട് ട്രൂ ആയിട്ട് വരത്തുള്ളൂ. ഇതിലേതെങ്കിലും ഒരെണ്ണം ഫാൾസ് ആവുകയോ 2 ഫാൾസ് ആവുകയോ ചെയ്താൽ ഇതിൻ്റെ ഔട്ട്പുട്ട്, മൊത്തത്തിലുള്ള ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഫാൾസ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ലോജിക്കൽ ആൻഡ് എന്ന് പറയുന്നത്. ലോജിക്കൽ ഓർ എന്ന് പറയുന്നത് ഈ 2 കണ്ടീഷൻ്റെ ഔട്ട്പുട്ട് ഏതെങ്കിലും ഒരെണ്ണം ട്രൂ ആയാൽ മതി ഈ മൊത്തം സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഔട്ട്പുട്ട് ട്രൂ ആയിട്ട് കിട്ടും. ഇവിടെ നമ്മൾ പറഞ്ഞു 2 കണ്ടീഷൻ്റെ ഔട്ട്പുട്ട് ട്രൂ ആയാലേ ഈ മൊത്തം സ്റ്റേറ്റ്മെൻറ്റ് ഔട്ട്പുട്ട് ട്രൂ ആവുകയുള്ളൂ. ഇവിടെയാണെങ്കിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ്റെ ഔട്ട്പുട്ട് ട്രൂ ആയാൽ മതി ഈ മൊത്തം സ്റ്റേറ്റ്മെൻറ്റ് ഔട്ട്പുട്ട് ട്രൂ ആയിട്ട് കിട്ടും. അതുകൊണ്ടാണ് ലോജിക്കൽ ഓർ എന്ന് പറയുന്നത്. ഏതെങ്കിലും ഒരെണ്ണത്തിന് ഏതെങ്കിലും ഒരു കണ്ടീഷൻ്റെ ഔട്ട്പുട്ട് ട്രൂ ആയാൽ മതി ഈ മൊത്തം സ്റ്റേറ്റ്മെൻറ്റ് ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കുകയുള്ളൂ. ഇതിൽ നിന്ന് ഫാൾസ് കിട്ടണമെങ്കിൽ, ഈ ലോജിക്കൽ ഓർ എന്ന് പറയുന്ന അതിൽ നിന്ന് ഫാൾസ് എന്ന ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ ഈ 2 കണ്ടീഷൻ്റെ ഔട്ട്പുട്ട് ഫാൾസ് ആയിരിക്കണം. ഇതിലേതെങ്കിലും 2 കണ്ടീഷനും ട്രൂ ആയാലും ഈ മൊത്തം സ്റ്റേറ്റ്മെൻറ്റ് ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കും. ഏതെങ്കിലും ഒരു കണ്ടീഷൻ ട്രൂ ആയാലും ഈ മൊത്തം സ്റ്റേറ്റ്മെൻറ്റ് ഔട്ട്പുട്ട് ട്രൂ തന്നെയായിരിക്കും. 2 കണ്ടീഷനും ഫാൾസ് ആയാൽ മാത്രമേ ഈ മൊത്തം സ്റ്റേറ്റ്മെൻറ്റ് ഔട്ട്പുട്ട് ഫാൾസ് ആയിട്ട് കിട്ടുകയുള്ളൂ. ആണ് ലോജിക്കൽ ഓർ എന്ന് പറയുന്നതിൻ്റെ കൺസെപ്റ്റ്. ഈ ലോജിക്കൽ ഓർ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഈ 2 വെർട്ടിക്കൽ ബാർ, ഈ 2 വെർട്ടിക്കൽ ലൈൻ, അതാണ് സിമ്പിളായിട്ട് ഉപയോഗിക്കുന്നത്.
പിന്നെയുള്ള ലോജിക്കൽ നോട്ട്. ഇതിന് ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യാനാണ് ലോജിക്കൽ നോട്ടായിട്ട് എടുക്കുന്നത്. നമ്മുടെ ഈ റിലേഷണൽ ഓപ്പറേറ്റർ ഉപയോഗിച്ചുള്ള ഈ കണ്ടീഷൻ്റെ ഔട്ട്പുട്ട് ട്രൂ ആണ് എങ്കിൽ ഈ മൊത്തം സ്റ്റേറ്റ്മെൻറ്റ് ഔട്ട്പുട്ട് ഫാൾസ് ആയിരിക്കും. അതായത് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് ആയിരിക്കും ഈ മൊത്തം സ്റ്റേറ്റ്മെൻറ്റ് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. ഇവിടെ ഇപ്പോൾ ഈ കണ്ടീഷൻ്റെ ഔട്ട്പുട്ട് ഫാൾസ് ആണ് എങ്കിൽ ഈ മൊത്തം സ്റ്റേറ്റ്മെൻറ്റ് ഔട്ട്പുട്ട് ട്രൂ ആയിട്ട് കിട്ടും. അപ്പോൾ ഇവിടെ ഒരു കണ്ടീഷനെ ചെക്ക് ചെയ്യുന്നുള്ളൂ. ആ കണ്ടീഷൻ ഔട്ട്പുട്ട് എന്താണോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഔട്ട്പുട്ടായിരിക്കും നമുക്ക് ഈ സ്റ്റേറ്റ്മെൻറ്റ് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. അതാണ് ലോജിക്കൽ നോട്ട് എന്ന് പറയുന്നത്. ആ ലോജിക്കൽ നോട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഈ എക്സ്ക്ലമേഷൻ മാർക്ക് ഉപയോഗിച്ചാണ്. അപ്പം സാധാരണ ഈ ഓപ്പറേറ്റേഴ്സ് എല്ലാം ഉപയോഗിച്ച് നമ്മൾ ഓരോ കണ്ടീഷൻസ് ചെക്ക് ചെയ്യും. സാധാരണ രണ്ട് റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് വരുന്ന രണ്ട് കണ്ടീഷൻസ് ചെക്ക് ചെയ്തിട്ട് അതിനെ ബേസ് ചെയ്ത് ഒരു ഔട്ട്പുട്ട് തരാൻ വേണ്ടിയാണ് സാധാരണ ഈ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് ഒക്കെ ഉപയോഗിക്കുന്നത്. പിന്നെ ഏതൊക്കെ റിലേഷണൽ ഓപ്പറേറ്റർ ഉപയോഗിച്ചുള്ള കണ്ടീഷൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടാനായിട്ട് ലോജിക്കൽ നോട്ടും ഉപയോഗിക്കുന്നു. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇത് വെച്ചിട്ടുള്ള പ്രോഗ്രാം നമ്മൾ ചെയ്യും. സെക്കൻഡ് മോഡ്യൂളിൽ ഒരുപാട് പ്രോഗ്രാംസ് ഇത് വെച്ചിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് കറക്റ്റായിട്ടുള്ള ഐഡിയ മനസ്സിലാവും. ഇത് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. പിന്നെ ഉള്ളതാണ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. ഇത് വളരെ ഈസി ആയിട്ടുള്ള ഓപ്പറേറ്ററാണ്. ആകെ ഒരു സിമ്പൽ മാത്രമേ ഉള്ളൂ. ഒരു ഓപ്പറേറ്റർ മാത്രമേ ഈ കാറ്റഗറിക്കകത്ത് വരുന്നുള്ളൂ, നമ്മുടെ ഈക്വൽ ടു എന്ന് പറയുന്ന സിമ്പൽ. ഈ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നത് എന്തെങ്കിലും ഒരു വാല്യൂവിനെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇക്വേഷൻ്റെ ഔട്ട്പുട്ടിനെയോ എന്തെങ്കിലും ഫംഗ്ഷൻ്റെ ഔട്ട്പുട്ടിനെയോ വല്ലതും നമ്മൾ അതിൽ നിന്ന് കിട്ടുന്ന വാല്യൂവിനെ ഒരു വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് ഈ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നത്. ആ വേരിയബിളിലോട്ട് അസൈൻ ചെയ്യാൻ വേണ്ടിയാണ് ഈ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നത്. അതായത് ഈക്വൽ ടു സിമ്പൽ. അതിൻ്റെ പല പല കേസസ് ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എ ഈക്വൽ ടു 586 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ സംഭവം ഈ ഈക്വൽ ടു ആണ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ 586 എന്ന് പറയുന്ന ആ ന്യൂമറിക്കൽ വാല്യൂ, ആ നമ്പർ എ എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. അങ്ങനെ എ എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയുള്ള അല്ലെങ്കിൽ അസൈൻ ചെയ്യാൻ വേണ്ടിയുള്ള ഓപ്പറേറ്ററാണ് ഈ എ ഈക്വൽ ടു എന്ന് പറയുന്നത്. ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ഞാനിവിടെ ഒരു എക്സ്പ്രഷൻ അല്ലെങ്കിൽ ഒരു ഇക്വേഷനാണ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ആദ്യം ഈ ഇക്വേഷൻ ഒന്ന് എക്സിക്യൂട്ട് ചെയ്യും. എക്സിക്യൂട്ട് ചെയ്തിട്ട് ഒരു ഔട്ട്പുട്ട് അത് കിട്ടും. ആ കിട്ടുന്ന ഔട്ട്പുട്ടിനെയാണ്, അതൊരു ന്യൂമറിക്കൽ വാല്യൂ ആയിരിക്കും, ആ കിട്ടുന്ന ഔട്ട്പുട്ടിനെ ആയിരിക്കും ബി എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നത്. അപ്പം ഈ കിട്ടുന്ന ഔട്ട്പുട്ടിനെ ഒരു വേരിയബിളിലോട്ട് അസൈൻ ചെയ്യുന്നു. അപ്പോൾ അതിന് വേണ്ടിയാണ് ഈ അസൈൻമെൻറ്റ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്പറേറ്റർ, ഈക്വൽ ടു ഓപ്പറേറ്റർ ഉള്ളത്. മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് ഇതൊരു ഫംഗ്ഷനാണ്. ഈ ഫംഗ്ഷനെ പറ്റി ഈ SQRT എന്ന ഫംഗ്ഷൻ ഉപയോഗിച്ചുള്ള പ്രോഗ്രാം നമ്മൾ എഴുതിയല്ലോ. ഒരു നമ്പറിൻ്റെ ഒരു ന്യൂമറിക്കൽ വാല്യൂവിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനുള്ള ഫംഗ്ഷനാണ് ഈ SQRT എന്ന് പറയുന്നത്. SQRT എന്ന് എഴുതി ബ്രാക്കറ്റിൻ്റെ അകത്തൊരു ന്യൂമറിക്കൽ വാല്യൂ നമുക്ക് മെൻഷൻ ചെയ്യാം. ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എന്താണോ അതാണ് ഈ ഫംഗ്ഷൻ്റെ ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. ആ ഔട്ട്പുട്ടായിട്ട് കിട്ടുന്ന വാല്യൂ ആണ് ഈ C എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നത്. ഇവിടെ ഇപ്പം ക്യാരക്ടർ C എന്ന് പറയുന്ന ക്യാരക്ടറിനെയാണ് D എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നത്. ഇവിടെ മെക്ക് എന്ന് പറയുന്ന ആ സ്ട്രിങ്, ആ വേർഡിനെയാണ് E എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നത്. അപ്പം അതിനെല്ലാം വേണ്ടി നമ്മുടെ ഈ ഒരു ഈക്വൽ ടു, അതായത് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നു. ഈ ഈക്വൽ ടു സിമ്പിൾ, അതിനെയാണ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. അതായത് കുറച്ചും കൂടി സിമ്പിളായിട്ട് പറഞ്ഞാൽ റൈറ്റ് സൈഡിൽ എന്താണോ വരുന്നത് അതിനെ എക്സിക്യൂട്ട് ചെയ്തിട്ട് ആ ഈക്വൽ ടു സിമ്പിളിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. എല്ലാത്തിലും ആദ്യം എക്സിക്യൂട്ട് ചെയ്യുന്ന റൈറ്റ് സൈഡിൽ എന്താണോ വരുന്നത് അതിനെ എക്സിക്യൂട്ട് ചെയ്തിട്ട് ആ കിട്ടുന്ന ഔട്ട്പുട്ടിനെ ലെഫ്റ്റ് സൈഡിലുള്ള ഈക്വൽ ടുവിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നു. അതിനു വേണ്ടിയാണ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നത്. ഈ അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ ഉപയോഗിച്ച് വേറെ ഒരു കാര്യവും കൂടെ ചെയ്യാം. ഇപ്പോൾ ഈ ഒരു ഇക്വേഷൻ നോക്കുക, സം ഈക്വൽ ടു സം പ്ലസ് ഐ. ഇവിടെ വേറെ ഒരു ഇക്വേഷൻ ഉണ്ട്, എ ഈക്വൽ ടു എ മൈനസ് 1. ഇവിടെ അടുത്തൊരു ഇക്വേഷൻ എ ഈക്വൽ ടു എ ഇൻറ്റു എ എന്നൊക്കെ പറഞ്ഞ ഓരോ ഇക്വേഷൻ ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ 3 ഇക്വേഷൻ പറഞ്ഞാൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ, ഈ ഈക്വൽ ടു സിമ്പിളിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും രണ്ടിലും സെയിം ടേംസ് തന്നെയാണ് എഴുതുക. ഇവിടെ സം ഈക്വൽ ടു സം പ്ലസ് ഐ, ഈ സമ്മും ഈക്വൽ ടുവിൻ്റെ ലെഫ്റ്റും റൈറ്റും സെയിം ടേം തന്നെ വന്നു. ഇവിടെയും അതുപോലെ തന്നെ ഈ എ എന്നുള്ളത് ഈക്വൽ ടുവിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും വന്നു, രണ്ടിലും സെയിം ടേംസ്. ഇവിടെയും അതുപോലെ തന്നെ ഈ ഈക്വൽ ടുവിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും സെയിം ടേംസ് തന്നെ വന്നു. അപ്പം അങ്ങനെ സെയിം ടേം തന്നെയാണ് ഈ ഈക്വൽ ടുവിൻ്റെ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും വരുന്നതെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ ചെറുതായിട്ടൊന്ന് ചെറുതാക്കാം. ആ ചെറുതാക്കുന്ന ഒരു രീതിയാണ്, അതിൻ്റെ എക്സാമ്പിളാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. ഈ സം ഈക്വൽ ടു സം പ്ലസ് ഐ എ വേണമെങ്കിൽ സം പ്ലസ് ഈക്വൽ ടു ഐ എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാം. ഇങ്ങനെ എഴുതണം എന്ന് നിർബന്ധമൊന്നുമില്ല. കൂടുതൽ അറിയാവുന്ന ആൾക്കാർ സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ എഴുതും. ഇങ്ങനെ എഴുതിയാലും അത് കറക്റ്റായിട്ട് കമ്പൈൽ ചെയ്തോളും. നിർബന്ധമായി ഇങ്ങനെ എഴുതണം എന്ന് നിയമമൊന്നുമില്ല, പക്ഷേ ഇങ്ങനെയും എഴുതാം എന്ന് കാണിക്കുന്നു എന്നേ ഉള്ളൂ. ഇത് അറിഞ്ഞിരിക്കണമല്ലോ.
അപ്പോൾ സം ഈക്വൽ ടു സം പ്ലസ് ഐ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിനെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ സം പ്ലസ് ഈക്വൽ ടു ഐ എന്ന് വേണമെങ്കിൽ കൊടുക്കാം. അതായത് ഏത് ടേമാണോ റിപ്പീറ്റ് ചെയ്യുന്ന അത് ഒരു തവണ മാത്രമേ ചെറുതാക്കി എഴുതുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. ഇവിടെ സം എന്ന് പറയുന്ന ടേം 2 തവണ ഉണ്ടായിരുന്നു, പക്ഷേ അതിനെ ചെറുതാക്കി എഴുതിയപ്പോൾ ഒരു തവണ എഴുതിയുള്ളൂ. പിന്നെ ആ ടേം കഴിഞ്ഞിട്ട്, അപ്പോൾ ഈ റിപ്പീറ്റ് ചെയ്യുന്ന ടേമാണ് ആദ്യം എഴുതുന്നത്, അത് കഴിഞ്ഞിട്ട് ഉടനെ ഈക്വൽ ടു എഴുതത്തില്ല. ഇപ്പുറത്ത് വരുന്ന ആ ഒരു ഓപ്പറേറ്റർ ഏതാണോ അതായിരിക്കും ആ ടേം കഴിഞ്ഞ് ആദ്യം വരുന്നത്. ഇവിടെ സം ഈക്വൽ ടു സം പ്ലസ് ഐ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ റിപ്പീറ്റ് ചെയ്യുന്ന ടേം ആദ്യം എഴുതി, എന്നിട്ട് രണ്ടാമത്തെ ഓപ്പറേറ്ററാണ് ആദ്യം മെൻഷൻ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഈ ഈക്വൽ ടു എഴുതുള്ളൂ. എന്നിട്ട് ബാക്കി വരുന്ന ആ പോർഷനും കൂടെ, ഐ എന്ന് പറയുന്ന ആ പോർഷനും കൂടെ എഴുതും. ഈ ഒരു എക്സാമ്പിൾ ശ്രദ്ധിക്കുക. എ ഈക്വൽ ടു A-1 എന്ന് വന്നു. അപ്പോൾ ആദ്യം നമ്മൾ എ എടുത്ത് എഴുതും. ഇവിടെ എ എടുത്ത് എഴുതി. എന്നിട്ട് രണ്ടാമത്തെ വരുന്ന ഓപ്പറേറ്റർ ഏതാണോ അതാണ് നമ്മളിവിടെ ആദ്യം എഴുതാൻ പോകുന്നത്. അതിവിടെ മൈനസ് എന്ന് എഴുതി. എന്നിട്ട് ഈക്വൽ ടു ഇടുള്ളൂ. എന്നിട്ട് 1 ഇടും. ഇപ്പം A മൈനസ് ഈക്വൽ ടു 1 എന്ന് എഴുതിയാൽ അതിൻ്റെ മീനിങ് എന്തെന്ന് വെച്ചാൽ A ഈക്വൽ ടു A-1. ഈ A ഈക്വൽ ടു A-1നെയാണ് നമ്മളിങ്ങനെ A മൈനസ് ഈക്വൽ ടു 1 എന്നിങ്ങനെ എഴുതിയത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിർബന്ധമായി ഇങ്ങനെ എഴുതിയാൽ എക്സിക്യൂട്ട് ചെയ്യാനൊക്കെ ഉള്ളൂ എന്നൊന്നുമില്ല. ഇങ്ങനെയും എഴുതാം എന്ന് പറയുന്നു എന്നേ ഉള്ളൂ. പ്രോഗ്രാമിംഗ് നല്ലോണം അറിയാവുന്ന ആൾക്കാർ സാധാരണ ഇങ്ങനെ ചെറുതാക്കി എഴുതാറുണ്ട്. അപ്പോൾ അത് നടന്നിരിക്കണം, അതിനുവേണ്ടി പറഞ്ഞതാണ്. അതുപോലെ തന്നെ ഞാനിവിടെ ചെറിയ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. അതിനൊന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. നേരത്തെ പറഞ്ഞത് തന്നെയാണ്. A ഇൻറ്റു ഈക്വൽ ടു A എന്നിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളിവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ലെഫ്റ്റ് സൈഡ് വരുന്ന ടേമാണ് നമ്മളിവിടെ 2 ആയിട്ട് വന്നത്. ഇവിടെ A എന്ന് പറയുന്നതിനെ എക്സ്പാൻഡ് ചെയ്ത് A ഈക്വൽ ടു A എന്ന് കൊടുത്തു. എന്നിട്ട് ഈ വരുന്ന സിമ്പിളിന് ഇവിടെ ഇട്ട് കൊടുത്തു. എന്നിട്ട് ഈ അവസാനം വന്ന ടേമിന് ഇങ്ങനെ ഇട്ട് കൊടുത്തു. അതായത് ഈ ഇക്വേഷനാണ് നമ്മൾ ചെറുതാക്കി ഇങ്ങനെ എഴുതിയത്. ഇവിടെ A ഈക്വൽ ടു A എന്ന് പറഞ്ഞു. അപ്പം A എന്ന് പറയുന്ന ടേമിനെ നമ്മൾ ഇവിടെ എടുത്ത് എഴുതി. എന്നിട്ട് രണ്ടാമത് വരുന്ന ഓപ്പറേറ്റർ എന്താണോ അത് ആദ്യം എടുത്ത് എഴുതി. എന്നിട്ട് ഈക്വൽ ടു സിമ്പിൾ ഇട്ടു. എന്നിട്ട് ബാക്കി വരുന്ന ടേം എന്താണോ അത് ഇവിടെ എഴുതി. അപ്പം 3 തവണ A വരേണ്ട സ്ഥാനത്ത് ചെറുതാക്കി 2 തവണ A വന്നോളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെ നമുക്ക് ചെറുതാക്കി എഴുതാം. സാധാരണ ഇങ്ങനെ വരുന്ന ഇക്വേഷൻസ് ഒക്കെ നമുക്ക് ചെറുതാക്കി സാധാരണ എഴുതാറുണ്ട്. സം ഈക്വൽ ടു സം പ്ലസ് ഐ എന്നൊക്കെ ഒരുപാട് പ്രോഗ്രാംസിൽ തന്നെ നമ്മൾ യൂസ് ചെയ്യും. സം ഈക്വൽ ടു സം പ്ലസ് ഐ അല്ലെങ്കിൽ അതിന് സിമിലർ ആയിട്ടുള്ള ഇക്വേഷൻസ് നമ്മൾ എഴുതാറുണ്ട്. അതിനെ സാധാരണ ചെറുതാക്കി നമുക്ക് സം പ്ലസ് ഈക്വൽ ടു ഐ എന്നൊക്കെ നമുക്ക് എഴുതാനൊക്കെ. അപ്പോൾ ഈ ഒരു രീതിയും കൂടെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുക. എങ്ങനെയാണ് എഴുതേണ്ടത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. 2 തവണ റിപ്പീറ്റ് ചെയ്യുന്ന ടേം ഏതാണോ അത് ഒരു തവണ എഴുതുക. എന്നിട്ട് രണ്ടാമത് വരുന്ന ഓപ്പറേറ്റർ ഏതാണോ അതിന് എടുത്ത് അതിൻ്റെ കൂടെ അങ്ങ് എഴുതുക. എന്നിട്ട് ഈക്വൽ ടു സിമ്പിൾ ഇടുക. എന്നിട്ട് ബാക്കി പോർഷനും എടുത്ത് എഴുതുക. അപ്പം ഈ സം പ്ലസ് ഈക്വൽ ടു ഐ ആണ് സം ഈക്വൽ ടു സം പ്ലസ് ഐ എന്ന് നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതിയത്. അപ്പോൾ ഇത് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ, അതായത് ഈക്വൽ ടു സിമ്പിളാണ് അസൈൻമെൻറ്റ് ഓപ്പറേറ്റർ. ഇനി ഒരെണ്ണവും കൂടിയുണ്ട്, ഈ കണ്ടീഷണൽ ഓപ്പറേറ്റർ എന്ന് പറയുന്ന ഈ കണ്ടീഷണൽ ഓപ്പറേറ്റർ ഒരു സ്പെഷ്യൽ കേസ് ഓപ്പറേറ്റർ ആണെന്ന് പറയാം. ഇത് നമ്മൾ ഒരുപാട് യൂഷ്വലായിട്ട് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഓപ്പറേറ്ററാണ് കണ്ടീഷണൽ ഓപ്പറേറ്റർ. ഈ കണ്ടീഷണൽ ഓപ്പറേറ്റർ എന്നത് ഈ 2 ക്യാരക്ടേഴ്സാണ് ഈ ഓപ്പറേറ്ററായിട്ട് നമ്മൾ പറയുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ മാർക്കും പിന്നെ ഈ കോളനും. ഈ ക്വസ്റ്റ്യൻ മാർക്കും കോളനും ആക്ച്വലി 3 സ്റ്റേറ്റ്മെൻറ്റ് തമ്മിലുള്ള 3 സ്റ്റേറ്റ്മെൻറ്റ് ഇടയിലായിട്ടാണ് ഈ ഒരു സംഭവം പറയുന്നത്. 3 സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ 3 ഒബ്ജക്ട്സ് എന്ന് വേണമെങ്കിൽ പറയാം. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റിനെ കണ്ടീഷൻ എന്ന് പറയും. രണ്ടാമത് വരുന്നതിനെ സ്റ്റേറ്റ്മെൻറ്റ് 1 എന്നും മൂന്നാമത് വരുന്നതിനെ സ്റ്റേറ്റ്മെൻറ്റ് 2 എന്നും പറയാം. അപ്പോൾ ആദ്യത്തത് കണ്ടീഷൻ, പിന്നെയുള്ളത് സ്റ്റേറ്റ്മെൻറ്റ് 1, പിന്നെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് 2. അപ്പോൾ ഈ 3 ഒബ്ജക്ട്സിൻ്റെ ഇടയിലാണ് ഈ ക്വസ്റ്റ്യൻ മാർക്കും കോളനും വരുന്നത്. ആദ്യം കണ്ടീഷൻ എഴുതുക, എന്നിട്ട് ഈ ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക, എന്നിട്ട് സ്റ്റേറ്റ്മെൻറ്റ് 1 എഴുതുക, എന്നിട്ട് കോളൻ ഇടുക, എന്നിട്ട് സ്റ്റേറ്റ്മെൻറ്റ് 2. അപ്പം ഇങ്ങനെയാണ് നമ്മൾ ആ കണ്ടീഷണൽ ഓപ്പറേറ്ററിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എഴുതേണ്ടത്. സംഭവം എന്തെന്ന് വെച്ചാൽ ഇതൊരു കണ്ടീഷൻ ആയിരിക്കും. അതായത് മേ ബി റിലേഷണൽ ഓപ്പറേറ്ററോ അല്ലെങ്കിൽ ലോജിക്കൽ ഓപ്പറേറ്ററോ ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു കണ്ടീഷൻ ആയിരിക്കും. ഈ കണ്ടീഷൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒന്നുകിൽ ട്രൂ അല്ലെങ്കിൽ ഫാൾസ്. അങ്ങനെ ട്രൂ അല്ലെങ്കിൽ ഫാൾസ് വരുന്ന ഔട്ട്പുട്ടായിട്ട് വരുന്ന കണ്ടീഷൻസ് മാത്രമേ നമ്മൾ ഇവിടെ എഴുതാറുള്ളൂ. ഇപ്പോൾ ഈ കണ്ടീഷൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ട്രൂ അല്ലെങ്കിൽ ഫാൾസ് ആയിരിക്കും. ഈ കണ്ടീഷൻ, അതാണ് ഇവിടെ ക്വസ്റ്റ്യൻ മാർക്ക് വന്നിട്ടുള്ളത്. അതൊരു ചോദ്യം ആയിട്ടാണ് വരുന്നത്. അതിൻ്റെ കണ്ടീഷൻ്റെ ഔട്ട്പുട്ട് ഒന്നുകിൽ ട്രൂ ആയിരിക്കും അല്ലെങ്കിൽ ഫാൾസ് ആയിരിക്കും. ഈ കണ്ടീഷൻ്റെ ഔട്ട്പുട്ട് ട്രൂ ആണ് എങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് 1 ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതേസമയം കണ്ടീഷൻ്റെ ഔട്ട്പുട്ട് ഫാൾസ് എന്നാണെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് 2 ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ കണ്ടീഷൻ്റെ ഔട്ട്പുട്ട് ട്രൂ ആണ് എങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് 1 എക്സിക്യൂട്ട് ചെയ്യും. ആ സ്റ്റേറ്റ്മെൻറ്റ് 1 എക്സിക്യൂട്ട് ചെയ്താൽ പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് 2 എക്സിക്യൂട്ട് ചെയ്യത്തില്ല, അതങ്ങ് സ്കിപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഈ കണ്ടീഷൻ്റെ ഔട്ട്പുട്ട് ഫാൾസ് ആണ് എങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് 2 ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. ആ സമയത്ത് സ്റ്റേറ്റ്മെൻറ്റ് 1 എക്സിക്യൂട്ട് ചെയ്യത്തില്ല. അങ്ങനെ ഈ കണ്ടീഷൻ്റെ ഔട്ട്പുട്ട് എന്താണോ അതിനെ ബേസ് ചെയ്ത് നമുക്ക് നെക്സ്റ്റ് എക്സിക്യൂട്ട് ചെയ്യേണ്ട സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ് എന്ന് സെലക്ട് ചെയ്ത് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാനൊക്കും.
ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ട്രൂ ആണ് എങ്കിൽ ആദ്യത്തെ സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ഫാൾസ് ആണ് എങ്കിൽ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും അത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ സെലക്ട് ചെയ്ത് സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ കണ്ടീഷണൽ ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ കണ്ടീഷൻ്റെ ഔട്ട്പുട്ട് എന്താണോ അതിനെ ബേസ് ചെയ്തായിരിക്കും ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യണോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യണോ എന്ന് തീരുമാനിക്കുന്നത്. ഇവിടെ നമുക്ക് ഒരു എക്സാമ്പിൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ആ എക്സാമ്പിൾ ഒന്ന് നോക്കാം. ചെറിയ സ്റ്റേറ്റ്മെൻറ്റ്, ഇതിൻ്റെ ഒരു പ്രോഗ്രാമും കൂടി നമ്മൾ അടുത്ത സൈഡിൽ കാണിക്കാം. ഇതിൻ്റെതാ ഈ പോർഷനാണ് ഈ കണ്ടീഷണൽ ഓപ്പറേറ്റർ വരുന്ന പോർഷൻ. ഈ സംഭവം എന്തെന്ന് വെച്ചാൽ ബിഗ് ഈക്വൽ ടു എ ഗ്രേറ്റർ ദാൻ ബി എന്നൊരു കണ്ടീഷൻ ചോദിച്ചിട്ടുണ്ട്. ഈ എ ഗ്രേറ്റർ ദാൻ ബി ആണ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഈ കണ്ടീഷൻ്റെ ഔട്ട്പുട്ട് ബേസ് ചെയ്താണ് അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് 1 എക്സിക്യൂട്ട് ചെയ്യണോ സ്റ്റേറ്റ്മെൻറ്റ് 2 എക്സിക്യൂട്ട് ചെയ്യണോ എന്ന് തീരുമാനിക്കുന്നത്. ഈ സ്റ്റേറ്റ്മെൻറ്റ് 1 സ്റ്റേറ്റ്മെൻറ്റ് 2 എന്ന് പറയുന്നത് ജസ്റ്റ് ഓരോ വേരിയബിൾസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. സംഭവം എന്താണെന്ന് വെച്ചാൽ ബിഗ് ഈക്വൽ ടു എന്നാണ് കൊടുത്തിട്ടുള്ളത്. ഈ ബിഗ് എന്ന് പറയുന്ന ഒരു വേരിയബിളാണ്. ഈ ബിഗ് ഈക്വൽ ടു ഒന്നുകിൽ എ അല്ലെങ്കിൽ ബി, അതിലേതെങ്കിലും ഒന്നാണ് ബിഗ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് വരേണ്ടത്. ഒന്നെങ്കിൽ ബിഗ് ഈക്വൽ ടു എ എന്ന് വരണം, അല്ലെങ്കിൽ ബിഗ് ഈക്വൽ ടു ബി എന്ന് വരണം. ഈ എ ആണോ ബി ആണോ എന്ന് സെലക്ട് ചെയ്യുന്ന ഈ കണ്ടീഷൻ്റെ ഔട്ട്പുട്ട് വെച്ചിട്ടാണ്. ഈ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എ ഗ്രേറ്റർ ദാൻ ബി എന്നാണ് ചോദിക്കുന്നത്. ഈ എ ഗ്രേറ്റർ ഏതൊരു റിലേഷണൽ ഓപ്പറേറ്റർ ഉപയോഗിച്ചിട്ടുള്ള ഒരു കണ്ടീഷനാണ്. ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ട്രൂ ആയിരിക്കും അല്ലെങ്കിൽ ഫാൾസ് ആയിരിക്കും. ഇവിടെ സംഭവം എന്തെന്ന് വെച്ചാൽ ഈ രണ്ട് നമ്പേഴ്സ് തമ്മിൽ കമ്പയർ ചെയ്തിട്ട് വലിയ നമ്പർ ഏതാണോ ആ വലിയ നമ്പറിനെയാണ് ഈ ബിഗ് എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യേണ്ടത്. അതിന് വേണ്ടിയുള്ള ഒരു പ്രോഗ്രാമിൻ്റെ കണ്ടീഷണൽ ഓപ്പറേറ്ററാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വലിയ നമ്പർ ഏതാണോ അതിനെ എനിക്ക് ബിഗ് എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയുള്ള കണ്ടീഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ എ ഗ്രേറ്റർ ദാൻ ബി ആണോ എന്ന് അത് ചോദിക്കുകയാണ്. ഇപ്പോൾ സപ്പോസ് ഇപ്പം എ ആണ് വലുത് എന്ന് കരുതുക. രണ്ട് വേരിയബിൾസിൽ എ ഗ്രേറ്റർ ദാൻ ബി എന്ന് ചോദിച്ചിട്ടുണ്ട്. അതിൽ എ ആണ് വലുത് എങ്കിൽ ഈ കണ്ടീഷൻ്റെ ഔട്ട്പുട്ട് ട്രൂ ആണ്. ട്രൂ ആണ് എങ്കിൽ ഈ സ്റ്റേറ്റ്മെൻറ്റ് 1 എന്ന് പറയുന്ന എ ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതായത് ബിഗ് ഈക്വൽ ടു എ എന്നായിരിക്കും അത് എക്സിക്യൂഷൻ നടക്കുന്നത്. അതേസമയം എ ഗ്രേറ്റർ ദാൻ ബി എന്ന കണ്ടീഷൻ ചോദിക്കുമ്പോൾ ഫാൾസ് ആണ് ഔട്ട്പുട്ട് എങ്കിൽ, അതായത് ബി ആണ് വലുത് എങ്കിൽ ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ഫാൾസ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ അത് നേരെ സ്റ്റേറ്റ്മെൻറ്റ് 2 ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതായത് ഇവിടുത്തെ ബി എന്ന് പറയുന്ന ആ ടേം ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതായത് എക്സിക്യൂട്ട് ആവുന്നത് ബിഗ് ഈക്വൽ ടു ബി എന്നായിരിക്കും എക്സിക്യൂഷൻ നടക്കുന്നത്. അങ്ങനെ നമുക്ക് സെലക്ട് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാം. ഈ കണ്ടീഷൻ്റെ ഔട്ട്പുട്ട് എന്താണോ അതിനെ ബേസ് ചെയ്ത് ഈ സ്റ്റേറ്റ്മെൻറ്റ് 1 ആണോ അല്ലെങ്കിൽ 2 ആണോ ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാനൊക്കെ. അപ്പോൾ അതിനാണ് ഈ കണ്ടീഷണൽ ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നത്. ഇതേ ഇക്വേഷൻ വരുന്ന ഒരു പ്രോഗ്രാമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ പ്രോഗ്രാം എന്ന് പറയുന്നത് രണ്ട് നമ്പേഴ്സിൻ്റെ ലാർജസ്റ്റ് നമ്പർ ഏതാണോ ബിഗർ നമ്പർ ഏതാണോ അത് ഔട്ട്പുട്ടായിട്ട് തരണം. ഈ പ്രോഗ്രാം റൺ ചെയ്യപ്പം കിട്ടുന്ന ഒരു സാമ്പിൾ ഔട്ട്പുട്ടാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. എൻ്റർ 2 നമ്പേഴ്സ് എന്ന് ചോദിക്കും. അപ്പോൾ നമ്മൾ 2 നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ ബിഗർ നമ്പർ ഏതാണെന്നുള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. ഈ 2 നമ്പേഴ്സിൽ ബിഗർ നമ്പർ ഏതാണോ അത് ജസ്റ്റ് ഡിസ്പ്ലേ ചെയ്യും. അതിനുള്ള പ്രോഗ്രാമാണിത്. അപ്പോൾ ആ പ്രോഗ്രാം നമുക്ക് ആദ്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇതിലെ ആദ്യത്തെ 3 4 ലൈൻസ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഹാഷ് ഇൻക്ലൂഡ് IO സ്ട്രീം ഉണ്ട്, യൂസിങ് നെയിം സ്പേസ് സ്റ്റാൻഡേർഡ് ഉണ്ട്, പിന്നെ ഒരു കമൻറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ക്വസ്റ്റിനിൽ നിന്ന് തന്നെ ഫ്രെയിം ചെയ്തൊരു കമൻറ്റ് വെറുതെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇൻറ്റ് മെയിൻ എന്ന് കൊടുത്തിട്ടുണ്ട് 4ാമത്തെ ലൈനായിട്ട്. അപ്പോൾ ഇത്രയും 4 സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണെന്ന് പറയാം. പ്രത്യേകം എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞിട്ട് കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. എന്നിട്ടാണ് നമുക്കിവിടെ 2 നമ്പേഴ്സാണ് ഇൻപുട്ടായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ 2 നമ്പേഴ്സിനെ സ്റ്റോർ ചെയ്യാനായിട്ട് ഓരോ വേരിയബിൾസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ നമ്മുടെ ഈ ബിഗ് എന്ന് പറയുന്ന വേരിയബിൾ അതിനും കൂടെ ഒരു വേരിയബിൾ എന്ന് പറയുന്ന ആ ടേം അതിനും കൂടി ഒരു വേരിയബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. അതിനു വേണ്ടിയാണ് ഇൻ്റ് എന്ന് പറഞ്ഞ് A, B, ബിഗ് എന്നീ 3 വേരിയബിൾസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അത് ഇൻറ്റീജർ ഡാറ്റ ടൈപ്പിലാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി എൻ്റർ 2 നമ്പേഴ്സ് എന്ന ഔട്ട്പുട്ട് സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യണം. അതിനുവേണ്ടി COUT എന്ന സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് ഡബിൾ കോട്ട്സിൻ്റെ അത് നമ്മളത് കൊടുക്കുന്നു. എൻ്റർ 2 നമ്പേഴ്സ് എന്ന ആ ടെക്സ്റ്റ് നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ എന്നിട്ട് നമ്മൾ കീബോർഡ് വഴി എൻ്റർ ചെയ്ത് കൊടുക്കുന്ന വാല്യൂസിനെ എയിലോട്ടും ബിയിലോട്ടും സ്റ്റോർ ചെയ്യണം. അതിനുവേണ്ടിയാണ് ഈ CIN എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നത്. CIN എന്നിട്ട് ഇൻപുട്ട് ഓപ്പറേറ്റർ ഇടുന്നു, എന്നിട്ട് A മെൻഷൻ ചെയ്യുന്നു, എന്നിട്ട് വീണ്ടും ഇൻപുട്ട് ഓപ്പറേറ്റർ ഇടുന്നു, B മെൻഷൻ ചെയ്യുന്നു. അതവിടെ നിൽക്കട്ടെ. അത് കഴിഞ്ഞിട്ട് ഇത് ഡിസ്പ്ലേ ചെയ്യാനുള്ള ബിഗർ നമ്പർ ഈസ് എന്നും പറഞ്ഞ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യണം. അതിനുവേണ്ടി വീണ്ടും COUT എന്ന സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് ഡബിൾ കോഴ്സിൻ്റെ അത് ബിഗർ നമ്പർ ഈസ് എന്ന് കൊടുക്കുന്നു. എന്നിട്ട് ഈ 333 ആ സംഭവം എന്ന് വെച്ചാൽ ഈ ബിഗ് എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ ആണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അതിനുവേണ്ടി ഈ ഔട്ട്പുട്ട് ഓപ്പറേറ്റർ ഇടുക, എന്നിട്ട് ആ വേരിയബിളിൻ്റെ പേര് മെൻഷൻ ചെയ്യുക, എന്നിട്ട് റിട്ടേൺ 0 എന്ന് കൂടെ കൊടുക്കുക. അപ്പോഴത്തേക്കും പ്രോഗ്രാം തീരും. അപ്പോൾ ഇതിൽ ആക്ച്വലി ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം നമുക്ക് അറിയാവുന്ന സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണ്.
ഈ ഇൻപുട്ട് എന്തൊക്കെയാണെന്ന് നോക്കി അതിന് ബേസ് എന്ത് ടെക്സ്റ്റാണ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അപ്പോൾ അതൊക്കെ നോക്കി നമുക്ക് ബാക്കി സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം എഴുതാനായിട്ട് വെക്കും. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റും ഈ സി ഔട്ട് എന്ന സ്റ്റേറ്റ്മെൻറ്റും ഈ സി ഇൻ എന്ന സ്റ്റേറ്റ്മെൻറ്റും എല്ലാം നമുക്ക് എഴുതാനായിട്ട് വെക്കും. അപ്പോൾ ഈ പ്രോഗ്രാമിൽ സത്യം പറഞ്ഞാൽ പുതിയതായിട്ട് വരുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് ആക്ച്വലായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ബിഗർ നമ്പർ ഏതാണ് എന്ന് കണ്ടെത്താനുള്ള ആ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് പുതിയതായിട്ട് നമുക്ക് ഈ പ്രോഗ്രാമിൽ പഠിക്കാനുള്ളത്. ആ സ്റ്റേറ്റ്മെൻറ്റാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ബിഗർ നമ്പർ ഏതാണെന്നാണ് നമുക്ക് കണ്ടെത്താനുള്ളത്. ആ ബിഗർ നമ്പർ ഏതാണോ അതിനെ ഈ ബിഗ് എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യണം. എന്നിട്ട് ആ വേരിയബിളാണ് നമ്മളിവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഈ കണ്ടീഷണൽ ഓപ്പറേറ്റർ ഉപയോഗിച്ച് നമ്മൾ ഇവിടെ ഇങ്ങനെ കൊടുത്തത്. ആദ്യം എ ഗ്രേറ്റർ ദാൻ ബി എന്നൊരു കണ്ടീഷൻ ചോദിക്കുന്നു. അതിൻ്റെ ഔട്ട്പുട്ട് എന്താണോ അതിനെ ബേസ് ചെയ്താണ് നമുക്ക് എ എന്ന് പറയുന്ന വേരിയബിളാണോ ബിഗിലോട്ട് സ്റ്റോർ ചെയ്യേണ്ടത്, അതോ ബി എന്ന് പറയുന്ന വേരിയബിളിലുള്ള വാല്യൂ ആണോ ബിഗിലോട്ട് സ്റ്റോർ ചെയ്യേണ്ടത് എന്ന് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി അങ്ങനെ സെലക്ട് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ കണ്ടീഷണൽ ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നത്. അപ്പം ഈ എ ഗ്രേറ്റർ ദാൻ ബി എന്ന കണ്ടീഷൻ ചോദിക്കുന്നു. ഇവിടെ എ ആണ് വലുത് എങ്കിൽ ഈ കണ്ടീഷൻ്റെ ഔട്ട്പുട്ട് ട്രൂ ആയിരിക്കും. ട്രൂ ആണ് എങ്കിൽ ആദ്യത്തെ സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതായത് എ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ബിഗ് ഈക്വൽ ടു എ എന്നായിരിക്കും അത് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതേസമയം എ ഗ്രേറ്റർ ദാൻ ബി അല്ല, അതായത് ബി ആണ് വലുത് എങ്കിൽ ഈ കണ്ടീഷൻ്റെ ഔട്ട്പുട്ട് ഫാൾസ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നേരെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതായത് ബിഗ് ഈക്വൽ ടു ബി എന്ന സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഈ കണ്ടീഷൻ ബേസ് ചെയ്ത് ബിഗർ വാല്യൂ ഏതാണോ ആ വാല്യൂ ആയിരിക്കും ബിഗ് എന്ന് പറയുന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ബിഗ് എന്ന് പറയുന്ന വേരിയബിളിൽ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ എന്താണോ അതിവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. അങ്ങനെ അത്ര സിമ്പിളായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഇത്. ഇത് എക്സാമിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള പ്രോഗ്രാമാണ്. ഇത് കണ്ടീഷണൽ ഓപ്പറേറ്റർ ഉപയോഗിച്ച് രണ്ട് നമ്പേഴ്സിൽ വലിയ നമ്പർ ഏതാണെന്ന് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കാനുള്ള പ്രോഗ്രാമാണ് ഇത്. ഇത് വേറെ രീതിയിലും എഴുതാം. കണ്ടീഷണൽ ഓപ്പറേറ്റർ ഉപയോഗിച്ചാണ് നമുക്ക് വളരെ ചെറുതായിട്ട് എഴുതാനായിട്ട് സാധിക്കുന്നത്. അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യുക, ഇതേ സംഭവം തന്നെ 3 നമ്പേഴ്സ് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ലാർജർ നമ്പർ ഏതാണെന്ന് കണ്ടെത്താനുള്ള ഒരു പ്രോഗ്രാം നിങ്ങൾ ഹോംവർക്കായിട്ട് എഴുതി നോക്കുക. ഇവിടെ 2 നമ്പേഴ്സിൽ ബിഗർ നമ്പർ ഏതാണെന്നാണ് നമ്മൾ കണ്ടുപിടിച്ചത്. അതിന് പകരം 3 നമ്പർ തന്നിട്ടുണ്ടെങ്കിൽ 3 നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്താൽ അതിൽ ബിഗർ നമ്പർ ഏതാണ് എന്നുള്ള ഔട്ട്പുട്ട് എങ്ങനെ കണ്ടെത്തും എന്നൊരു പ്രോഗ്രാം നിങ്ങൾ എഴുതി നോക്കുക. ഇതേ കണ്ടീഷണൽ ഓപ്പറേറ്റർ ഉപയോഗിച്ച് ഇതിൽ കുറച്ച് മാറ്റം വരുത്തിയാൽ മതി. നമുക്ക് 3 നമ്പേഴ്സിലുള്ള ബിഗർ നമ്പർ ഏതാണെന്ന് കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പം അതിനനുസരിച്ച് കണ്ടീഷണൽ ഓപ്പറേറ്റർ ഉപയോഗിച്ച് തന്നെ 3 നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്താൽ ബിഗർ നമ്പർ ഏതാണ് എന്ന് കണ്ടെത്താനുള്ള ആ പ്രോഗ്രാമും കൂടെ നിങ്ങൾ എഴുതി നോക്കുക. കിട്ടുന്നില്ല എങ്കിൽ എനിക്ക് മെസ്സേജ് അയയ്ക്കുക, ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് എഴുതേണ്ടതെന്ന്. അപ്പം അങ്ങനെ കൂടെ എഴുതി നോക്കുക. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.